ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെൻറ്റിസ്റ്റ് ഗേൾ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ വീഡിയോയ്ക്ക് കാണും. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ആംഗിളിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത്, ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കറക്റ്റ് ആണോ ഒന്നും അറിയില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റില്ലല്ലോ. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഷോർട്ടും ഇപ്പോഴത്തെ ഇടുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇനിയും ബെറ്റർ ആവും, പെർഫെക്റ്റ് ആയില്ലെങ്കിലും ബെറ്റർ ആവും. പിന്നെ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 83 വീഡിയോസോളം ഷോർട്സ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് ലോങ് വീഡിയോസും ഇടണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലോങ് വീഡിയോസും കൂടെ ഇടാം എന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കണം, പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വെച്ചു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ വെറുതെ എന്തോ ചെയ്യുന്നു, എന്തൊക്കെയോ കുറേ വ്ളോഗ് ഇടുന്നു, അതിൽ കാര്യമില്ലല്ലോ. നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷനെങ്കിലും എല്ലാവരും അറിയണ്ടേ. അപ്പോൾ എൻ്റെ ഷോർട്സിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ റാൻഡംലി വീഡിയോസ് ഇടുകയാണ് ചെയ്തിരുന്നത്. ബട്ട് സ്റ്റിൽ എന്നിട്ടും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. എന്നെ അറിയുന്നവരല്ലാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം അതൊരു വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബിഗിനർ എന്നുള്ള വളരെ ചെറിയ ഫോളോവേഴ്സ് ഉള്ളവർ എനിക്ക് അത്രയും വ്യൂസ് കയറണമെങ്കിൽ ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ടല്ലേ എന്നുള്ളൊരിതുകൊണ്ടാണ് ഞാൻ കരുതി എന്ന ലോങ് വീഡിയോസും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയാണ്. അപ്പോൾ എൻ്റെ പേര് വർഷ രാജേന്ദ്രൻ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക്കലി ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ BDS കഴിഞ്ഞ് ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങൾ 4 പേരാണുള്ളത്. പിന്നെ അല്ലാതെ 3 പേരും കൂടിയുണ്ട്. അതെൻ്റെ പെറ്റ്സാണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ചെറിയൊരു ഫാമിലിയാണ്. അച്ഛൻ അബ്രോഡ് വർക്ക് ചെയ്യണം, ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. അനിയൻ എൻജിനീയറിങ്ങിന് പഠിക്കും. ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടണമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ BDS പഠിച്ചത് കണ്ണൂരാണ്. കണ്ണൂർ ഡെൻ്റൽ കോളേജ് വളരെ ഫേമസ് ആണ് ഇപ്പോൾ ആ കോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ആ കോളേജ് അറിയാം. അഞ്ചരക്കണ്ടി കണ്ണൂർ ഡെൻ്റൽ കോളേജ് എന്ന് പറയുമ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നടന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അതാണ് എൻ്റെ കോളേജിൻ്റെ കാര്യമൊക്കെ. സ്കൂളിങ്ങൊക്കെ ട്രിവാൻഡ്രം തന്നെയായിരുന്നു. ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഇൻട്രോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. തുടങ്ങണമെന്നൊരു പ്ലാനും ഇല്ല, ഒന്നുമില്ലായിരുന്നു. വീട്ടിലിങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ ഷോർട്സും വീഡിയോസും ഒക്കെ ലോങ് വീഡിയോസും പലരെയും ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മ ഇങ്ങനെ, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ, ചുമ്മാ ഇതും കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് എൻ്റെ അമ്മ ചോദിക്കാറ്. വേറൊരു ജോലിയില്ല, ഇതിനെ കണ്ടുകൊണ്ടിരിക്കാൻ, ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. മീൻസ് അവരെന്ത് ചെയ്യുന്നു, അവരുടെ റുട്ടീൻ എങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു എന്താ പറയുക, ഒരു രസം. ഞാൻ ബേസിക്കലി ഒരു 6 ഇയേഴ്സോളം ഹോസ്റ്റലിൽ നിന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവിടെ TV അങ്ങനെ വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ല. കോളേജ് കഴിഞ്ഞ് വന്നാൽ നമുക്ക് പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആകെ ഉള്ളതെന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. സോ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി, ഷോർട്സ് കാണാൻ തുടങ്ങി, ലോങ് വീഡിയോസ് കാണാൻ തുടങ്ങി, പലരെയും അതുപോലെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് ഏറ്റവും കൂടിയതെന്ന് പറയുന്നത് കോവിഡിൻ്റെ ടൈമിൽ തന്നെയാണ്. ഒരുപാട് പേരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്താണ്. ഇപ്പോഴും ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു കാര്യം കണ്ട് നമ്മളെ ലൈഫിൻ്റെ ഭാഗമാവുമല്ലോ ചില കാര്യങ്ങൾ. അങ്ങനെയാണ് യൂട്യൂബ് എന്നെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഞാൻ ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു. ഒരുപാട് പേരുടെ, കൂടുതൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെയാണ് ഞാൻ കാണാറുള്ളത്. അതും മലയാളം തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ അല്ലാതെ വേറെ ലാംഗ്വേജസ് ഒന്നും അങ്ങനെ കാണാറില്ല. അങ്ങനെ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞ് കേട്ടാണ് പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ വെറുതെ തുടങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് കോളേജ് ടൈമിലൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനുള്ളൊരു ടൈമില്ല, അതിനുള്ള മൈൻഡില്ല, ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ് ഇപ്പം നാട്ടിലൊക്കെ സെറ്റിൽ ആയതിനു ശേഷം എനിക്കെന്തോ പിന്നെ
ടൈം ഉണ്ടല്ലോ, അപ്പം നമുക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ട്, ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ക്രിയേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചെന്ന് പറയുന്നത്, എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ ഫോട്ടോസ് അല്ലാതെ അതുപോലും ഒട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല. എനിക്ക് വേണ്ട രീതിയിൽ ഫിൽറ്റർ ഇടുക, ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക, എക്സ്പോഷർ കൂട്ടുക കുറയ്ക്കുക, ഇതല്ലാതെ എനിക്ക് ഇതിൻ്റെ അപ്പുറമൊന്നും അറിയത്തില്ല. യൂട്യൂബ് വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യണ്ടേ, ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണ്ടേ, ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് ഞാൻ കരുതി ഓക്കെ ചെയ്യാം, എനിക്കിഷ്ടമാണല്ലോ, പെർഫെക്റ്റ് ആവണ്ട, ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. സോ അത് ഇവിടെ ഇപ്പം ഒരു ലോങ് വീഡിയോയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് പേര് ഒന്നും എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്ക് കുറച്ചുകൂടി നല്ല വീഡിയോസ് കാണിക്കാം എന്നുള്ള രീതിയിൽ മെല്ലെ മെല്ലെ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇട്ട് നമ്മളുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ വരട്ടെ എന്നുള്ളൊരിത്. ഒരുപാട് നല്ല വീഡിയോസ് ഇനി വരും, ഒരുപാട് നല്ല കണ്ടൻസ് വരുന്നുണ്ട്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ക്യാമറ ആംഗിൾ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ലൈറ്റിംഗ് ഒന്നും ശരിയായിരിക്കത്തില്ല. നമുക്ക് പോകെ അതൊക്കെ ബെറ്റർ ആക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ ആണ്, ബാക്ക് ഡ്രോപ്പ് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാം. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതൊന്നുമില്ല, വെറുതെ എനിക്കൊരു വീഡിയോ, ലോങ് വീഡിയോ എടുക്കണം, അത് സ്റ്റാർട്ട് ചെയ്യണം. കുറേ ദിവസമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കും. എനിക്ക് തോന്നി അങ്ങനെ മാറ്റി വെക്കണ്ട, പെർഫെക്റ്റ് ആവണ്ട, എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഇടാം എന്നുള്ള വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, ഇനി എന്തൊക്കെ കണ്ടൻസ് ഇതിൽ വരുമെന്നുള്ളത്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ഡെയിലി ഡെൻറ്റിസ്റ്റ് ഗേൾ. ഞാൻ ഭയങ്കര റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പേരൊന്നുമല്ല. ഞാൻ ഒരുപാട് പേരുകൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻസിനെ കുറിച്ച് ചാറ്റ് ജി.പി.ടി ഇട്ടു. ചാറ്റ് ജി.പി.ടിയിൽ ഒരു 20 പേരുകൾ വന്നു. അതൊന്നൊരു 3-4 പേര് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതൊന്ന് പറഞ്ഞാൽ ഫൈനലൈസ് ചെയ്തു. അതാണ് ഇട്ടത്. പക്ഷെ എൻ്റെ കണ്ടൻസായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിരിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഡെയിലി ഡെൻറ്റിസ്റ്റ് ഗേൾ ഇട്ടത്. ഡെയിലി ഡെൻറ്റിസ്റ്റ് ഗേൾ ഇടാൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ്സും പിന്നെ എൻ്റെ ക്ലിനിക്കൽ ഒരുപാട് എന്താ പറയുക, പ്രൊഫഷണലായിട്ടല്ല, ഞാൻ എൻ്റെ ഡെയിലി റുട്ടീനിൽ എൻ്റെ വർക്ക് സ്പേസിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു ഗ്ലിംസസ് അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടത്, ഡെയിലി ഡെൻറ്റിസ്റ്റ് ഗേൾ. അപ്പോൾ കൂടുതലും എൻ്റെ ഡെയിലി വ്ളോഗ്സ്, ഡെയിലി എന്ന് വെച്ചാൽ ഡേ ടു ഡേ എന്നല്ല, എൻ്റെ ലൈഫിൽ നടക്കുന്ന വളരെ റുട്ടീൻലി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ ഉള്ളൂ. അതാണ് ഞാൻ ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതൊക്കെയാണ് ഈ ചാനലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ വളരെ ലോങ് ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലും ലോങ് ആക്കുന്നില്ല. സോ അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴല്ല, എൻ്റെ വീഡിയോസ് ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം അതൊക്കെ ചെയ്താൽ മതി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.